വെൽക്കം ബാക്ക് ടു വിദ്യ എഡ്യൂക്കേഷൻ ചാനൽ. 7th സ്റ്റാൻഡേർഡ് കേരള പാഠാവലിയിലെ 2ാം യൂണിറ്റിലെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന ലെസണാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിറകടി നാദം കേട്ടിട്ടുണ്ടോ? ഷോളയാർ പുഴയോരം ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കാട്ടുതീ വന്നതാകുമോ? വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ. മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്ക് പിടികൊടുക്കുക ഇല്ല. അവയുടെ ഘടന അങ്ങനെയാണ്. എവിടെയും ഈർപ്പമയം, ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ, എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം. തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ. പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു. ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ചനിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും. പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട്. ഈ ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം. ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ്. അന്നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു. പൂമ്പാറ്റകളുടെ ചിറകടി നാദം. ലക്ഷക്കണക്കിനു പൂമ്പാറ്റകൾ പറന്നുയരുന്നു. അത്ഭുത കാഴ്ച. അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു. പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ. കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദു മന്ത്രണം. ഞങ്ങൾ അപ്പോൾ ആ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം. പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ച് വീണു തുടങ്ങി. ഈർപ്പമാർന്ന മണ്ണടരുകളിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു. പൂമ്പാറ്റപ്പിടിയന്മാരായ ചില കൊച്ചുപക്ഷികളും പല്ലിവർഗങ്ങളും അന്നത്തിൻ്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി. എൻ്റെ സങ്കല്പത്തിനു മേലെ ആ പൂമ്പാറ്റക്കൂട്ടം ചിറകു വിരിച്ച് നൃത്തം ചെയ്തു. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവുമുണ്ടായിരുന്നു അവയ്ക്ക്. ബാല്യകാല സ്വപ്നങ്ങളിലെ കവ എന്നെ ചിറകു വിരിപ്പിച്ചുയർത്തി. അവയ്ക്കൊപ്പം ഞാനും പറന്നുയർന്നു. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി. അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉരുമുന്നുണ്ടായിരുന്നു. അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി. വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി. എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു. പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയെ ഞാൻ ഒഴുകിപ്പറന്നു. മന്ദമായി കാറ്റ് വീശി. പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു. ഈ കഥയിൽ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന കഥയിൽ ഇതിലെ കഥാകൃത്ത് എന്നെ നസീർ പറയുന്നത് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ ാണ്. ഷോളയാർ പുഴയോരത്ത് കഥാകൃത്തും കൂട്ടുകാരും കൂടി യാത്ര പോയ സമയത്ത് അവിടെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ പ്രകൃതിയിൽ മനോഹരമായ കാഴ്ചകൾ. ആ കാഴ്ച കണ്ട് അദ്ദേഹം നിശബ്ദമായി ആ കാഴ്ച കണ്ട് നിന്നു പോവുകയാണ്. എല്ലാവരും, കൂട്ടുകാരും കഥാകൃത്തും കാഴ്ച കണ്ട് അത്ഭുതത്തോടെ നിന്നു പോകുന്നതാണ് നാം കാണുന്നത്. അവിടെ
മഴക്കാടുകളാണ്. മഴക്കാടുകൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും തീയൊന്നും പിടിക്കാൻ വേണ്ടി ചാൻസ് ഇല്ല. പക്ഷേ തീ പിടിച്ചതായി അവർക്ക് അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. എങ്ങനെയാണ്? ഇലകൾ മുഴുവൻ പൂമ്പാറ്റകൾ ഉണങ്ങിയ ഇലകൾ പോലെ പൂമ്പാറ്റകൾ മരങ്ങൾ മൊത്തം മഴക്കാടുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ദൃശ്യം കാണുന്നുണ്ട് അവർ. ആ ഉണങ്ങിയ ഇലകൾ കണ്ട് ഇവർ അത് തീയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷേ പിന്നെ അടുത്ത നിമിഷം തന്നെ ഇവർക്ക് അതിനെക്കുറിച്ചൊരു ചെറിയ ധാരണ വരികയാണ്. മഴക്കാടുകളിൽ എപ്പോഴും ഈർപ്പമയമായിരിക്കും. അവിടെ ഒരിക്കലും തീ പിടിക്കാൻ ചാൻസ് ഇല്ല. തീ എപ്പോഴും അതിന് മാറി നിൽക്കും. തീ ഉണ്ടാകില്ല. ജലത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ അവർ ആ പ്രദേശം മുഴുവൻ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു അവിടെ കൂടുതലായും ഉണ്ടായിരുന്നത്. പ്ലെയിൻ ടൈഗറും അവിടെ ഉണ്ട്. 2 തരത്തിലുള്ള പൂമ്പാറ്റകളാണ് അവിടെ കൂടുതലായി കണ്ടുവരുന്നത്. ഇലകൾ ഉണങ്ങിയ നിറമായിട്ടേ നമുക്ക് പൂമ്പാറ്റയെ കണ്ടാൽ അവിടെ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. പിന്നെ ഇതിൽ പ്രകൃതി മനോഹരമായ ഈ കാഴ്ച അവതരിപ്പിക്കുന്നതിന് വേണ്ടി കഥാകൃത്ത് സവിശേഷമായ പല പ്രയോഗങ്ങളും ഇവിടെ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വർണ്ണക്കീറുകൾ കണ്ടോ? പുലരി വെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി. അവിടെ പുലരി വെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ, അതായത് സൂര്യൻ ഉദിച്ചു വരുന്നു, പകല് ആയി തുടങ്ങുന്നു, പുലരി വന്നു വിളിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ പ്രഭാതം വരുന്നതിൻ്റെ സൂചനയായിട്ട് പുലരി വെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങിയെന്ന പ്രയോഗത്തിലൂടെ, സവിശേഷ പ്രയോഗത്തിലൂടെ ആണ് അത് പുലരിയുടെ വരവ് കഥാകൃത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത്. പൂമ്പാറ്റപ്പിടിയന്മാരായ കുറേ എല്ലാതരം ജീവികൾ അവിടെ അന്നത്തിൻ്റെ ധാരാളിത്തത്തിലാണെന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പൂമ്പാറ്റകളെ പിടിക്കാൻ വേണ്ടി അവിടെ കിട്ടുന്നുണ്ട്. അവർക്ക് ഭക്ഷണത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യമൊന്നും അവിടെ ഇല്ല. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക്. ബാല്യകാല സ്വപ്നങ്ങളിലേക്ക് അവ എന്നെ ചിറകു വിരിച്ച്. ബാല്യകാലത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ ആവുന്ന സമയത്ത് പൂമ്പാറ്റയും തുമ്പിയെല്ലൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു കുട്ടിക്കാലം എല്ലാവർക്കും ഉള്ളതാണല്ലോ. അതുപോലെ കവിയെയും ആ കഥാകൃത്തിനെയും അവിടേക്ക് ബാല്യകാലത്തിലേക്ക് ഇവിടുത്തെ പ്രകൃതി മനോഹരമായ പൂമ്പാറ്റകളുടെ കാഴ്ചകൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ട് അദ്ദേഹത്തെ തഴുകുന്നതായിട്ടും വനത്തിൻ്റെ നിഗൂഢതയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? അവിടുത്തെ ആ പ്രകൃതിയുടെ മനോഹാരിതയിൽ അദ്ദേഹം ഒന്നും ഓർക്കാതെ ഒരു നിമിഷം മുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ഒന്നും ഓർക്കാതെ നിശബ്ദനായി അവിടെ അത്രയും ആകർഷിക്കപ്പെടുകയാണ്. അവിടുത്തെ അത്രയും മനോഹരമായ പ്രകൃതി ദൃശ്യത്തിൽ ആ കഥാകൃത്തും കൂട്ടുകാരും ആകർഷിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പൂമ്പാറ്റകൾ അദ്ദേഹത്തെ കാറ്റിന് വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു എന്ന് പറയുമ്പോൾ അവ അത്രയും നമ്മളെ കവർ ചെയ്തും കൊണ്ട് നിറയെ പൂമ്പാറ്റകൾ, അവ അത്രയും നിബിഡമായിട്ട് പൂമ്പാറ്റകൾ ഉള്ളത് കൊണ്ട് കഥാകൃത്തിന് ഒന്നും തന്നെ കാറ്റോ എന്തെങ്കിലും ഒരു പ്രകൃതിയിലെ യാതൊരു കാര്യവും അനുഭവിക്കാതെ നിൽക്കാൻ വേണ്ടി സാധിക്കുകയാണ്. അങ്ങനെ അവിടെ പൂമ്പാറ്റകളുടെ അതിമനോഹരമായ, എല്ലാവരും പോയി കാണേണ്ടതായൊരു കാഴ്ച തന്നെയാണ് കഥാകൃത്ത് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പഠന പ്രവർത്തനങ്ങൾ നടത്തുന്നതായിരിക്കും. എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കുമല്ലോ. 1-2 തവണയെങ്കിലും പാഠഭാഗം വായിച്ച് സവിശേഷ പ്രയോഗങ്ങൾ, പ്രകൃതി വർണ്ണനകൾ ഇതൊക്കെ കഥാകൃത്ത് നടത്തുന്നത് വായനയിലൂടെ നമുക്ക് സവിശേഷ പ്രയോഗങ്ങൾ എഴുതുന്നതിന് നമുക്ക് കഥയിലെ സവിശേഷ പ്രയോഗങ്ങൾ എഴുതാനുണ്ടാവും എക്സാമിനെല്ലാം. അപ്പോൾ അത് വളരെ സഹായകമാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും
വേണേ. ഓക്കെ, താങ്ക് യു.